കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചേക്കാം, നാളെ പ്രഖ്യാപിച്ചേക്കാം. അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടെ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭൂരിപക്ഷം MLA-മാരുടെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം വരുന്ന MP-മാരുടെയും DCC പ്രസിഡന്റുമാരുടെയും ഒക്കെ പിന്തുണയുള്ളത് KC വേണുഗോപാലിനാണ്. നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി VD സതീശനെ പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വരുന്ന പല പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ജനവികാരമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊരു ജനവികാരമല്ല, അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റാലികളാണ് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പക്ഷേ VD സതീശനെ പ്രഖ്യാപിച്ചേനെ. എന്നാൽ ഇതിനൊക്കെ തടസ്സമായിട്ട് നിന്നത് ഇദ്ദേഹത്തിന്റെ ചില ബന്ധങ്ങളാണ്. നമസ്കാരം. ഈ 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് ശേഷം UDF 102 സീറ്റോടെ അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ ഈ അധികാരത്തിലേക്ക് വന്ന സമയത്ത് അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യമാണ്. ഇപ്പം സീനിയോറിറ്റിയും MLA-മാരുടെ ഒരു പിന്തുണയും അതുപോലെ തന്നെ ജനപക്ഷത്തിന്റെ പിന്തുണയൊക്കെ ആയിട്ട് ഇങ്ങനെ നേതാക്കന്മാർ നിരന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലെത്തുക? ഇതിപ്പോ ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതാനായിട്ട്. ഇന്നലെ സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭൂരിപക്ഷം MLA-മാരുടെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം വരുന്ന MP-മാരുടെയും DCC പ്രസിഡന്റുമാരുടെയും ഒക്കെ പിന്തുണയുള്ളത് KC വേണുഗോപാലിനാണ്. മുതിർന്ന KPCC ജനറൽ സെക്രട്ടറിമാരുടെയും ഒക്കെ പിന്തുണയുള്ളത്, KPCC പ്രസിഡന്റിന്റെ ഉൾപ്പെടെയുള്ള പിന്തുണയുള്ളത് KC വേണുഗോപാലിനാണ്. എന്നാൽ ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടി ഇവർ 3 പേരും കൂടെ നേരിട്ട് കാണുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഇവരെ തനിച്ച് കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VD സതീശൻ അവിടെ നടത്തിയൊരു പ്രസ്താവന എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ആണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഫൈറ്റ് ചെയ്തത്. അത് രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളാണ് ഫൈറ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്നോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിക്കുമെന്നോ എന്നുള്ള രീതിയിലൊരു മെസ്സേജും പൊതുസമൂഹത്തിലേക്ക് പോയിട്ടില്ല. ഇനി KC വേണുഗോപാലാണ് ഏതെങ്കിലും കാരണത്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിധി ഇതാകുമായിരുന്നില്ല, UDF പരാജയപ്പെട്ടു പോകുമായിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു വാദമാണ് VD സതീശൻ നടത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, VD സതീശനെ സംബന്ധിച്ചിട്ട് കൃത്യമായി വാദമുഖങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 2 പേരെക്കാൾ മിടുക്കനാണ് എന്നുള്ള കാര്യമായി. പ്രത്യേകിച്ച് അദ്ദേഹം വക്കീലും കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ടാണ് VD സതീശൻ ഈ കാര്യത്തെ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തത്, അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടാത്ത പക്ഷം ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലേക്കൊക്കെ വളരെ വൈകാരികമായിട്ടാണ് VD സതീശൻ ഇന്നലെ യോഗത്തിൽ സംസാരിച്ചത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി, അദ്ദേഹത്തിന് 2021 അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാതെ പോയതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് KC വേണുഗോപാലിനെ സംബന്ധിച്ച് KC വേണുഗോപാൽ തൻ്റെ പിന്തുണയും കാര്യങ്ങളൊക്കെ അറിയിച്ചു. എന്നാൽ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അതിൽ പരിപൂർണമായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അസ്വസ്ഥനാണ് എന്നുള്ളതാണ് വാസ്തവം. 3 പേരെയും ശകാരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശകാരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്ന് സമാധാനമാകട്ടെ, ഒരു സൗഹൃദ അന്തരീക്ഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാകട്ടെ, അതുവരെ യാതൊരുവിധ പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന് 3 നേതാക്കന്മാരും കൂടി ഐക്യകണ്ഠേന തീരുമാനമെടുത്തിട്ടാണ് പുറത്തു വന്ന് ഇന്നലെ പത്രക്കാരെ കണ്ടതും സംസാരിച്ചതുമൊക്കെ. അതിനുശേഷം VD സതീശൻ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ആളുകളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, VD സതീശന് ദോഷം ചെയ്യാൻ സാധ്യതയുള്ള, അതായത് നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി VD സതീശനെ പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വരുന്ന പല പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ജനവികാരമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊരു ജനവികാരമല്ല, അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റാലികളാണ് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പല നേതാക്കന്മാരുടെയും, ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ചിത്രം വലിച്ചു കീറുന്നു, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫ്ലെക്സ് വലിച്ചു കീറുന്നു, അതുകൂടാതെ VD സതീശൻ്റെ ഫ്ലെക്സിനിട്ട് ഇടിക്കുന്നു, തൊഴിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം ഇവരെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് എന്നുള്ളൊരു ധാരണ പോലും ഇല്ലാതെയാണ്. കാരണം എല്ലാവരും ഈ പറഞ്ഞ KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ VD സതീശനും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളാണ്. അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരാൾക്ക് പോലും
ഈ പറഞ്ഞതുപോലെ ഒരു ഫ്ലെക്സിനിട്ട് പോയി വലിച്ചു കയറാനോ ഫ്ലെക്സ് ഇടിക്കാനോ തുപ്പാനോ ഒന്നും സാധിക്കില്ല. ഈ ഫ്ലെക്സ് തുപ്പുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്ലെക്സ് ബോംബ് വെച്ച് തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പടക്കം എറിഞ്ഞ് തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. ഇപ്പം കണ്ണൂരൊക്കെ ബോംബ് ഫാക്ടറി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇത് ഇന്നേ വരെ നമ്മൾ കണ്ടു ശീലിക്കാത്തതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷെ അത് തിരുവനന്തപുരവും പോലെയുള്ള സ്ഥലങ്ങളിൽ, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാൻഡ് ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും വലിയ ഒരു കൈപ്പഴയായിട്ട് കാണേണ്ടി വരുന്നത് മിനിങ്ങാന്നും ഇന്നലെയൊക്കെ നടന്നിട്ടുള്ള പ്രകടനങ്ങളാണ്. എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഒരാൾ പെട്രോൾ ഒഴിച്ച്, ഇതൊക്കെ ട്രോളായിട്ട് മാറിയില്ലേ? ശയന പ്രദക്ഷിണം നടത്തുന്നു, ഇതൊക്കെ ട്രോളായിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു വലിയ കുറ്റപത്രം പോലെ തന്നെ വി ഡി സതീശന് എതിരായിട്ട് നിൽക്കും. ഇത് കൂടാതെ തന്നെ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു ബിസിനസ് സിൻഡിക്കേറ്റ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ്. ഈ ബിസിനസ് സിൻഡിക്കേറ്റ് ഭയങ്കര അപകടകരമാണ്. ഈ ബിസിനസ് സിൻഡിക്കേറ്റിൻ്റെ സ്പോൺസർഷിപ്പിലാണ് മീഡിയ വൺ പോലുള്ള ചാനലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൂടാണ്ട് ഇദ്ദേഹത്തിന് ചില ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം അത് പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന് ഒരു വലിയ കുറ്റപത്രമായിട്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ തന്നെ വി ഡി സതീശൻ നടത്തിയിട്ടുള്ള മംഗലാപുരം യാത്ര, ഈ മംഗലാപുരം യാത്രയിൽ ഇദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച റജികുമാറുണ്ട്. ഈ റജികുമാറിനെയൊക്കെ സംബന്ധിച്ച് സ്വർണ്ണക്കേസ് മാത്രമല്ല ഒരുപാട് വിവാദപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ഇദ്ദേഹം ഒരു യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ, ഈ റജികുമാർ എന്ന് പറയുന്ന ആൾ RSPയുടെ നേതാവൊക്കെയാണ്. പക്ഷേ RSPയുടെ നേതാവായിട്ടിരിക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ടും BJP ആയിട്ടും ഒക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ റജികുമാർ എന്ന് പറയുന്നത്. അന്യ സംസ്ഥാനത്തെ ഒട്ടുമിക്ക മുഖ്യമന്ത്രിമാരുമായിട്ടും മന്ത്രിമാരുമായിട്ടും ജഡ്ജിമാരും ഒക്കെ ആയിട്ട് കൃത്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് റജികുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ റജികുമാറിനോടൊപ്പം ഇദ്ദേഹം മംഗലാപുരത്തിന് യാത്ര ചെയ്യുകയും മംഗലാപുരത്ത് വെച്ച് അദാനി കമ്പനിയുടെ പ്രസിഡന്റിനെ കാണുകയൊക്കെ ചെയ്തത് അത് വളരെ വലിയ രീതിയിൽ വി ഡി സതീശന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം രാഹുൽ ഗാന്ധിയുടെ ദേശീയ തലത്തിലുള്ള നിലപാട് എന്താണ്? അദാനി ഗ്രൂപ്പുമായിട്ട് യാതൊരു തരത്തിലുള്ള സംഭാവനകളും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കാൻ പാടില്ല എന്ന കർശനമായിട്ടുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ 100-150 കോടിയൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അദാനി ഗ്രൂപ്പുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കാൻ പാടില്ല. അതായത് ഈ അദാനി എന്ന് പറയുന്നത് മോദിയുടെ സ്പോൺസർഷിപ്പിൽ വളർന്നു വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് കൃത്യമായ ധാരണ രാഹുൽ ഗാന്ധിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യാതൊരു തരത്തിലുള്ള സംഭാവനയും വാങ്ങണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിന് ഈ ചില ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു ബിസിനസ് സിൻഡിക്കേറ്റ് ഇദ്ദേഹത്തെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ബിസിനസ് സിൻഡിക്കേറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ മീഡിയ വൺ ചാനൽ പ്രവർത്തിക്കുന്നു പറഞ്ഞു. ഈ മീഡിയ വൺ ചാനലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന നേതാവിനെ വളരെ ഇതേ രീതിയിലേക്ക് അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരുപക്ഷെ വി ഡി സതീശനെ പ്രഖ്യാപിച്ചേനെ. എന്നാൽ ഇതിനൊക്കെ തടസ്സമായിട്ട് നിന്നത് ഇദ്ദേഹത്തിൻ്റെ ചില ബന്ധങ്ങളാണ്. അതല്ലെങ്കിൽ പണ്ട് പിണറായി വിജയൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തിയൊരു പ്രസ്താവനയുണ്ട്, ചില അവതാരങ്ങൾ ഉണ്ടാവും, ഈ അവതാരങ്ങൾക്കൊന്നും ഇനി സെക്രട്ടേറിയറ്റിൻ്റെ തിണ്ണയിലേക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട്. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് തുടങ്ങിയ ഒരു അലയൻസ് ആണിത്. ആ ഒരു ബിസിനസ് സിൻഡിക്കേറ്റിൻ്റെ ബാക്കപ്പ് ആണ് ഇപ്പോൾ വി ഡി സതീശന് തിരിച്ചടിയാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ബിസിനസ് സിൻഡിക്കേറ്റ് തന്നെ പ്രിയങ്ക ഗാന്ധി വഴിയായിട്ടും മറ്റു പല ആളുകൾ വഴിയായിട്ടും മറ്റ് വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ വഴിയായിട്ടും ഒക്കെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു KC-യിലേക്കും അല്ലെങ്കിൽ RC രമേശ് ചെന്നിത്തലയിലേക്കും ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം എത്തുക എന്ന് തന്നെ വേണം കരുതാനായിട്ട്. മറിച്ച് ഇനി ഇവർ 3 പേരും വേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സണ്ണി ജോസഫോ അതല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. കെ മുരളീധരനും അവിടെ ഒരു ഓപ്ഷനായിട്ട് നിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ കെ മുരളീധരനൊക്കെ വരാനായിട്ട് ഒരു കാരണവശാലും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊന്നും സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചേക്കാം, നാളെ പ്രഖ്യാപിച്ചേക്കാം. അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടെ എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴും ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഡി സതീശൻ്റെ വൈകാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻ ഗ്രൂപ്പുകൾ നടത്തിയ പ്രകടനങ്ങൾ
ഈ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് വിനയായിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു ബിസിനസ് സിൻഡിക്കേറ്റ് ഉണ്ട്. അത് മീഡിയ വൺ ചാനലിലേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ ഒരു ബിസിനസ് സിൻഡിക്കേറ്റ് ആണ്. അത് വളരെയധികം ദോഷം ചെയ്യും. വോട്ട് ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. എങ്കിൽ തന്നെയും ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ അത് ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇനിയൊരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും ഏറ്റവും കൂടുതൽ അദ്ദേഹം പോയി വിവാദങ്ങളിൽ പെടാൻ പോകുന്നതും ഈ ബിസിനസ് സിൻഡിക്കേറ്റിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഈ ബിസിനസ് സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒത്ത് തുള്ളേണ്ടി വരുന്ന ഒരവസ്ഥ വി ഡി സതീശൻ ഉണ്ടാവരുത്. വി ഡി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുകളുമായിട്ട് ഇവിടെ തന്നെ നിൽക്കട്ടെ, നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ തന്നെ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ. കാരണം വർഷങ്ങളായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കൊച്ചി മേയർ സ്ഥാനം ശരിക്കും പറഞ്ഞാൽ അവകാശപ്പെട്ടിരുന്നത് ദീപ്തി മേരി വർഗീസിനാണ്. അപ്പോൾ ദീപ്തി മേരി വർഗീസിന് അവകാശപ്പെട്ട കൊച്ചി മേയർ സ്ഥാനം ഒരു അഴിമതി, ഒരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള VK മിനിമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിടിച്ച വാശിയുണ്ട്. അതൊക്കെ വളരെയധികം ദോഷം ചെയ്യും അദ്ദേഹത്തിന് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ. കാരണം അവരുടെ യോഗ്യതയെ പരിഗണിക്കേണ്ടതായിരുന്നു. അവരെ തീർച്ചയായിട്ടും ക്വാളിഫൈഡ് ആയിരുന്നു മേയറാകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെ മേയറാക്കാതെ അന്ന് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് ആ അവസരം നിഷേധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സിബി റോസ്ബിൽ ജോണിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് എത്രത്തോളം അതിൻ്റെ അകത്ത് സത്യങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം, പലരെയും ഉൾക്കൊള്ളാനായിട്ട് ഉണ്ട്. ഒരു സംസ്ഥാന തലത്തിലെ നേതാവായിട്ട് തന്നെ നിൽക്കണം. എല്ലാവരെയും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡി സതീശന് സാധിക്കാതെ പോകുന്നുണ്ട്. ചില സമയങ്ങളിൽ ചില ആളുകളിലേക്ക് മാത്രമായിട്ട് ഇദ്ദേഹം ഒതുങ്ങുന്നതാണ് പ്രശ്നം. അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ജമാഅത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് ഇദ്ദേഹം വാങ്ങിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നൊരു വലിയ ഒരിതുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ ഭാവിയിലേക്ക് വലിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമാകും എന്ന കാര്യം കൂടി വി ഡി സതീശൻ്റെ മനസ്സിലുണ്ടാകണം. വൈകാരികമായിട്ടല്ല ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. 3 പേരുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സമ്മതം മേടിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന ഏത് തീരുമാനത്തെയും അംഗീകരിക്കുമെന്ന്. അപ്പോൾ മറിച്ച് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് നാളെ പ്രഖ്യാപനം വന്നതിന് ശേഷം വൈകാരികമായ ഒരു പ്രകടനം ഉണ്ടാവാതെ വിവേകത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപക്ഷെ 2.5 വർഷം രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി, അതിനുശേഷം 2.5 വർഷം വി ഡി സതീശനായിരിക്കാം, അതിൽ 2.5 വർഷം കെ സി വേണുഗോപാൽ ആയേക്കാം, അതല്ലെങ്കിൽ കെ സി വേണുഗോപാൽ തന്നെ 5 വർഷത്തേക്കുമാകാം. തീരുമാനം എന്ത് വന്നാലും അത് എല്ലാവരും അംഗീകരിച്ച് മുമ്പോട്ട് പോകണം. പല കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ്, കെ സി വേണുഗോപാലും വി ഡി സതീശനും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയും ഒക്കെ അവരുടെ നേതാവാണ്. അവരാരും ഇവരിൽ ആര് വരുന്നതിനും ഇവർക്ക് തടസ്സമില്ല. പക്ഷേ ചില പ്രത്യേക താല്പര്യമുള്ള ചില ബിസിനസ് സിൻഡിക്കേറ്റ് ഈവൻറ്റ് മാനേജ്മെൻറ്റുകളെ വെച്ചുകൊണ്ട് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ തെറി പറയുകയും സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതൊക്കെയാലും ഇന്നലെ തെരുവിലിറങ്ങിയ ആളുകൾ അത് ജനവികാരമല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. അത് ഈവൻ്റ് ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമാണ്. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ. കാരണം നല്ലൊരു രാഷ്ട്രീയക്കാരനായിട്ട്, നല്ല കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ തന്നെ ഉള്ളത് തന്നെയാണ് ഇവിടെയുള്ള പൊതുവായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്.